പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. കൃപാസനം പ്രസാദകര മാതാവേ, എൻ്റെ വിശ്വാസം ശക്തിപ്പെടുത്തുവാനും എൻ്റെ വഴിയിൽ വരാനിരിക്കുന്ന കഷ്ടതകളെ നേരിടുവാൻ ആവശ്യമായ സ്ഥിരോത്സാഹം എനിക്ക് നൽകുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിത സാഹചര്യങ്ങൾ പ്രതികൂലമായി തോന്നുമ്പോഴും അമ്മയിൽ വിശ്വസിക്കുവാൻ, പ്രിയപുത്രനിൽ വിശ്വസിക്കുവാൻ എന്നെ സഹായിക്കണമേ. അവിടുന്ന് എല്ലാ സാഹചര്യങ്ങളുടെയും നിയന്ത്രണത്തിലാണെന്നും അസാധ്യമായത് സാധ്യമാക്കുവാൻ അങ്ങേക്ക് ശക്തിയുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹത്തിന്റെ മാതാവേ, കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസവും സാന്ത്വനവും നൽകണമെന്ന് ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നേരിടുന്ന ശാരീരികമോ വൈകാരികമോ ആത്മീയവുമോ ആയ വേദനകളിൽ നിന്ന് ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ. അമ്മയുടെ രോഗശാന്തിയും പുനഃസ്ഥാപനവും കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. നിരാശരായ ഞങ്ങൾക്ക് സമാധാനവും പ്രത്യാശയും നൽകണമേ. ദയയുള്ള മാതാവേ, എന്റെ കാലടികളെ നയിക്കുവാനും എന്നെ നീതിയുടെ പാതയിൽ നയിക്കുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെയും അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെയും ഇഷ്ടത്തിനനുസൃതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ എന്നെ സഹായിക്കണമേ. എന്റെ ആത്മീയ വളർച്ചയ്ക്കും എന്റെ ചുറ്റുമുള്ളവരുടെ നന്മയ്ക്കും കാരണമാകുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങേ ജ്ഞാനം എന്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുകയും ഞാൻ ചെയ്യേണ്ട എല്ലാ തിരഞ്ഞെടുപ്പുകളിലും എന്നെ നയിക്കുകയും ചെയ്യണമേ. കൃപാസനം പ്രസാദകര മാതാവേ, എന്റെ ഭൗതികവും സാമ്പത്തികവുമായ ആവശ്യങ്ങൾ നൽകുവാൻ ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു. എന്റെ ജീവിതത്തെയും എന്റെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളോടും ആവശ്യങ്ങളോടും കൂടെ അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്റെ സാമ്പത്തിക ബാധ്യതകളെ കുറിച്ചും എന്റെ അനുദിന ഉപജീവനത്തെ കുറിച്ചും ഞാൻ വഹിക്കുന്ന വേവലാതികൾ അമ്മ അറിയുന്നുവല്ലോ. അത് വ്യവസ്ഥയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരട്ടെ. ജോലിക്കുള്ള അവസരങ്ങൾ നൽകുകയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള വഴികൾ തുറക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, എനിക്ക് ലഭിക്കുന്ന വിഭവങ്ങളിൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണമേ. അവ വിവേകത്തോടെയും ഉദാരമായി കൈകാര്യം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, എന്റെ കുടുംബത്തെയും ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളെ അമ്മയുടെ കരങ്ങൾക്ക് കീഴിലാക്കി ഞങ്ങൾക്ക് അമ്മയിലുള്ള സ്നേഹബന്ധങ്ങളെ ശക്തിപ്പെടുത്തണമേ. കുടുംബങ്ങളിൽ സമാധാനം നിലനിർത്തണമേ. ഞങ്ങളുടെ ബന്ധങ്ങളിൽ സമാധാനവും ഐക്യവും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പരസ്പരം പിന്തുണയുടെയും പ്രോത്സാഹനത്തിന്റെയും ഉറവിടമാകട്ടെ. പരിശുദ്ധ മാതാവേ, അങ്ങേ പുത്രന്റെ സ്നേഹം ഇതുവരെ അറിയാത്തവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു. അവിടുത്തെ രക്ഷയുടെ സന്ദേശം പങ്കുവയ്ക്കുന്നതിനും ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് അതേ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനും എന്നെ ഒരു ഉപകരണമാക്കി ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാക്കുകളും പ്രവൃത്തികളും അങ്ങയുടെ കൃപയും കാരുണ്യവും കൊണ്ട് നിറയട്ടെ. ഞാൻ എത്തിച്ചേരുന്ന ജീവിതത്തിൽ പ്രത്യാശയും പരിവർത്തനവും കൊണ്ടുവരണമേ. എന്റെ പ്രാർത്ഥനകൾ ശ്രവിച്ചതിനും എന്റെ ജീവിതത്തിൽ എപ്പോഴും സന്നിഹിതയായിരിക്കുന്നതിനും പരിശുദ്ധ അമ്മേ, ഞാൻ നന്ദി പറയുന്നു. അങ്ങേ പദ്ധതികൾ എനിക്ക് മനസ്സിലാകാത്തപ്പോഴും ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. അങ്ങയിൽ വിശ്രമിക്കുവാനും എന്റെ എല്ലാ ഉത്കണ്ഠകളും അങ്ങേ സ്നേഹമുള്ള കരങ്ങളിൽ സമർപ്പിക്കുവാനും എന്നെ സഹായിക്കണമേ. എന്റെ രക്ഷകനും മധ്യസ്ഥനുമായ യേശുവിന്റെ നാമത്തിൽ ആവശ്യമുള്ള എന്റെ എല്ലാ അഭ്യർത്ഥനകളും അവിടുന്ന് നിറവേറ്റുമെന്ന് ഞാൻ ആത്മവിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. എല്ലാ മഹത്വവും ഇന്നും എന്നേക്കും അവിടുത്തേക്കുണ്ടാകട്ടെ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ സംരക്ഷണ വലയത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. അങ്ങേ പുത്രന്റെ സ്നേഹം ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. കൃപാസനം പ്രസാദകര മാതാവേ, എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുടുംബത്തിന്റെ മാതാവും സംരക്ഷകയുമായി ഞങ്ങൾ ഇന്ന് അമ്മയെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് സ്വീകരിക്കുന്നു. അമ്മയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും, പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ, അഗ്നിബാധ, ജലപ്രളയം, ഇടിമിന്നൽ, കൊടുങ്കാറ്റ്, ഭൂമികുലുക്കം, വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും, കള്ളന്മാർ, അക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും
സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അമ്മയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഏറ്റവും പ്രധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും എന്നേക്കുമായി അങ്ങേക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കുമായി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ മാതാവേ, അമലോത്ഭവ ജനനി, മാതൃകയും ശാന്തതയും നിറഞ്ഞ അമ്മേ, ഞങ്ങൾ അമ്മയെ ഞങ്ങളുടെ ഭവനത്തിന്റെയും ഞങ്ങളുടെയും സംരക്ഷകയായി തിരഞ്ഞെടുത്തിരിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളെ കരം പിടിച്ചു നടത്തണമേ. അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. കൃപാസനം പ്രസാദകര മാതാവേ, ഈ ഭവനത്തിന്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ നാഥയായ പരിശുദ്ധ മാതാവേ, എന്റെ നിലവിലെ സാമ്പത്തിക സാഹചര്യം കൈകാര്യം ചെയ്യുമ്പോൾ എനിക്ക് നിസ്സഹായതയും വിഷമവും തോന്നുന്നു. അമ്മയുടെ മഹത്തായ ശക്തിയാൽ എന്നെ ശാന്തനാക്കുകയും എന്റെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം എന്നെ കരകയറ്റുകയും ചെയ്യണമേ. പരിശുദ്ധ മാതാവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അമ്മയുടെ അത്ഭുതങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുന്നു. സമൃദ്ധിയോടെ എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. സാമ്പത്തിക അത്ഭുതം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, എന്ത് ധരിക്കണം എന്നതിനെക്കുറിച്ച് ഞാൻ വിഷമിക്കാതിരിക്കാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. എന്റെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ പിരിമുറുക്കപ്പെടേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. എനിക്കിപ്പോൾ ഒരു സാമ്പത്തിക അത്ഭുതം ആവശ്യമാണെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ. എന്റെ സാമ്പത്തിക എല്ലാ മേഖലകളെയും സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, സാമ്പത്തിക അഭിവൃദ്ധി നൽകണമേ. എന്റെ കുടുംബത്തെ പോറ്റുവാൻ എനിക്ക് മതിയായ പണം ആവശ്യമാണെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ. അങ്ങയുടെ ദയയും ഔദാര്യവും കൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ നിലവിലുള്ള കടങ്ങൾ തീർക്കുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, എന്റെ എല്ലാ സാമ്പത്തിക കടങ്ങളും മറ്റാരോടും കടപ്പെടാതിരിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ ജീവിതത്തിൽ അവിടുന്ന് ഒരു സാമ്പത്തിക അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ എനിക്ക് ആവശ്യമായ ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, സാമ്പത്തിക ഉത്കണ്ഠകൾ ഇല്ലാതാക്കണമേ. എന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ആശങ്കപ്പെടുവാൻ ഒരു കാരണവുമില്ലെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഒരു സാമ്പത്തിക അത്ഭുതത്തിനായി ഒരിക്കൽ കൂടി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. എന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാനും നഷ്ടങ്ങൾ കുറയുവാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല അമ്മേ, അമ്മയുടെ പിന്തുണയും മാർഗനിർദ്ദേശവും ഉപയോഗിച്ച് വിഷാദത്തിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും പുറത്തു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രതീക്ഷയില്ലാത്ത സാഹചര്യത്തെ പോസിറ്റീവാക്കി മാറ്റണമേ. പരിശുദ്ധ മാതാവേ, എന്റെ ജീവിതത്തിൽ ഉടനൊരു അത്ഭുതം സംഭവിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. എനിക്ക് ഉത്കണ്ഠയുണ്ട്. എന്റെ അപേക്ഷ കേൾക്കുകയും എന്നോട് പ്രതികരിക്കുകയും ചെയ്യണമേ. നിരാശാജനകമായ അവസ്ഥയിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാൻ എല്ലാ ഘട്ടങ്ങളിലും എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, എന്റെ നിലവിലെ സാഹചര്യങ്ങളിൽ പോലും എന്നെ സമാധാനിപ്പിക്കണമേ. എന്റെ പക്കലുള്ള എന്തിനോടും നന്ദിയുള്ളവനായിരിക്കുവാൻ എന്നെ വഴി കാണിച്ചു തരണമേ. പ്രത്യേകിച്ച് എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ എനിക്കിപ്പോൾ എളിയ മാർഗത്തിലൂടെ എന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനും സമൃദ്ധിയിൽ സന്തോഷിക്കുവാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള കരുത്ത് എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ നിലവിലെ എല്ലാ പ്രതിസന്ധികൾക്കും നീതി ലഭിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ അവസ്ഥയിലായത് എന്റെ എന്തെങ്കിലും തെറ്റുകൊണ്ടല്ലെന്ന് അങ്ങേക്കറിയാം. അന്യായമായ സാഹചര്യം അവസാനിക്കട്ടെ. ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് കരകയറുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും നമ്മുടെ ആവശ്യങ്ങളെയും ഉത്കണ്ഠകളെയും വേദനകളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ
പേര് പറഞ്ഞ് സമർപ്പിക്കുക. നല്ല ദൈവമേ, അവിടുന്ന് എല്ലായ്പ്പോഴും നീതിമാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഉപദേശകനാകുവാൻ ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. എനിക്ക് ശക്തിയും പ്രതിരോധനവും നൽകണമേ. പരിശുദ്ധ മാതാവേ, എന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക പരാതികളുടെ കാരണം ഞാൻ വല്ലാതെ അസ്വസ്ഥമാണ്. എങ്കിലും പേടിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. കാരണം അമ്മ എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും പരിശുദ്ധ അമ്മ പരിഹാരം കണ്ടെത്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാത്തിനും ഉപരിയായി അമ്മ എന്റെ അരികിലാണ്. അമ്മ എന്നെ ശക്തിപ്പെടുത്തുമെന്ന് എനിക്കുറപ്പുണ്ട്. അമ്മയുടെ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. അസാധ്യമായതുപോലും സാധ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളിലേക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും വർഷിക്കണമേ. എന്റെ ജീവിതത്തിലെ ദുഃഖകരമായ ഒരു സ്ഥലത്തു നിന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ നിലവിളി അങ്ങ് കേൾക്കണമേ. എന്റെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് പുറത്തു വരുവാൻ എനിക്ക് നിസ്സഹായത തോന്നുന്നു. പണത്തെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ടതില്ല. എനിക്ക് ഒരു രക്ഷാകവചം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാമ്പത്തിക സുരക്ഷ വാഗ്ദാനം ചെയ്യുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. എന്റെ അപര്യാപ്തതയെ സമർത്ഥമാക്കി മാറ്റണമേ. പരിശുദ്ധ മാതാവേ, സമ്പത്തിനോട് എനിക്ക് വലിയ ബഹുമാനമുണ്ടെങ്കിലും ഈ ദിവസങ്ങളിൽ ഞാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകയാണ്. എനിക്ക് ആഡംബരവും സമ്പത്തും ആസ്വദിക്കുവാൻ ആവശ്യമായ സാമ്പത്തിക ബുദ്ധി ഉണ്ടാകുവാൻ ഞാൻ ഒരു അത്ഭുതം ആവശ്യപ്പെടുന്നു. പരിശുദ്ധ മാതാവേ, അങ്ങയിലുള്ള എന്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ. അങ്ങയിലുള്ള എന്റെ വിശ്വാസം എപ്പോഴും അചഞ്ചലവും ശക്തവുമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, എന്റെ പ്രിയ അമ്മേ, ഭാരിച്ച ഹൃദയത്തോടെ ഞാൻ അമ്മയുടെ മുൻപിൽ മുട്ടുകുത്തുന്നു. എന്റെ പാപങ്ങളുടെ ഭാരം എന്നെ ഞെരുക്കുന്നു. എന്റെ ബലഹീനതയെക്കുറിച്ചുള്ള അറിവ് എന്നെ നിരുത്സാഹപ്പെടുത്തുന്നു. അത്തരം ഭയവും പ്രലോഭനങ്ങളും എന്നെ അലട്ടുന്നു. എന്നിട്ടും ഞാൻ ഈ ലോകത്തിലെ കാര്യങ്ങളുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിനു വേണ്ടി കാംക്ഷിക്കുന്നതിന് പകരം മരണത്തിനെ കുറിച്ചുള്ള ചിന്തയിൽ ഞാൻ ഭയത്താൽ നിറയുന്നു. പരിശുദ്ധ മാതാവേ, കാരുണ്യത്തിന്റെ അമ്മേ, എന്റെ ദുരിതത്തിൽ എന്നോട് കരുണയുണ്ടാകണമേ. അമ്മയുടെ ദിവ്യപുത്രനുമായി അമ്മ സർവശക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ നിഷ്കളങ്ക ഹൃദയത്തിന്റെ ഒരപേക്ഷയും നിരസ്കരിക്കുവാൻ അങ്ങേ പുത്രന് കഴിയില്ലെന്ന് എനിക്കറിയാം. അവന്റെ സിംഹാസനത്തിനു മുൻപിൽ എന്റെ ഭർത്താവായി നിന്നുകൊണ്ട് എനിക്ക് ഒരു യഥാർത്ഥ അമ്മയെ കാണിച്ചു തരണമേ. പാപികളുടെ സങ്കേതമേ, പ്രതീക്ഷയില്ലാത്തവരുടെ പ്രത്യാശയെ, നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ അടുത്തേക്ക് ഞാൻ വരുന്നു. മഹത്തായ രാജ്ഞി, ഞാൻ അമ്മയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. എനിക്ക് വേണ്ടി അമ്മ നേടിയ എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. എന്റെ ദയാലുവായ പരമാധികാരി, അമ്മയുടെ സ്നേഹത്തിനു വേണ്ടി എന്നെ എന്നേക്കും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, മറ്റുള്ളവർക്ക് അമ്മയെ സ്നേഹിക്കുവാൻ എന്റെ എല്ലാ ശ്രമങ്ങളും നടത്തുവാൻ എന്നെ സഹായിക്കണമേ. എന്റെ എല്ലാ പ്രതീക്ഷകളും എന്റെ എല്ലാ രക്ഷയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുന്നു. കരുണയുടെ മാതാവേ, അമ്മയുടെ ദാസനായി ദാസിയായി എന്നെ സ്വീകരിക്കുകയും അമ്മയുടെ സംരക്ഷണത്തിൽ സ്വീകരിക്കുകയും ചെയ്യണമേ. അമ്മ ദൈവത്തിന്റെ മേൽ വലിയ ശക്തിയായതിനാൽ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. മരണം അവയെ കീഴടക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഓ കൃപാസനം പ്രസാദകര മാതാവേ, ദൈവത്തോടുള്ള അമ്മയുടെ സ്നേഹത്താൽ അവിടുന്ന് എപ്പോഴും ഞങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനും ഉപരിയായി ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ ഞങ്ങളെ സുരക്ഷിതരായി കാത്തുകൊള്ളണമേ. പരിശുദ്ധ മാതാവേ, രക്ഷയുടെയും പ്രത്യാശയുടെയും അടയാളമായി അമ്മ ഞങ്ങളുടെ യാത്രയിൽ തുടർച്ചയായി പ്രകാശിക്കണമേ. രോഗികളുടെ ആരോഗ്യത്തെ പരിപാലിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ സ്വയം ഏറ്റെടുക്കുകയും ഞങ്ങളുടെ ദുഃഖങ്ങൾ വഹിക്കുകയും ചെയ്യണമേ. കുരിശിലൂടെ
ഉയർപ്പിന്റെ സന്തോഷത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു. ഞങ്ങളുടെ അപേക്ഷകളെ നിന്ദിക്കരുതേ. ഞങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ഞങ്ങളെ സഹായിക്കണമേ. മഹത്വവും അനുഗ്രഹീതവുമായ കന്യകേ, എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഏറ്റവും കൃപയുള്ള കന്യകാമറിയമേ, ഞങ്ങളെ സഹായിക്കണമേ. അമ്മയുടെ സംരക്ഷണത്തിലേക്ക് ഇതാ ഞങ്ങൾ വരുന്നു. അമ്മയുടെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥം തേടി ഞങ്ങൾ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഈ നിമിഷം സഹായമില്ലാതെ ഞങ്ങളെ വിടരുതേ. അമ്മയോടുള്ള ആത്മവിശ്വാസത്തിൽ ഞങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. പരിശുദ്ധ മാതാവേ, എന്റെ അമ്മേ, ഞാൻ അമ്മയിലേക്ക് വരുന്നു. ഞാൻ അമ്മയിൽ എന്റെ എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, അവതാരമായ വാക്കിന്റെ അമ്മേ, എന്റെ അപേക്ഷകൾ സ്വീകരിക്കണമേ. അമ്മയുടെ കാരുണ്യത്താൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഞങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധ മാതാവേ, ദൈവവുമായി കണ്ടുമുട്ടുവാനും അനുദിനം ആത്മബന്ധം പുലർത്തുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ പുത്രന്റെ മാർഗനിർദ്ദേശവും സാന്നിധ്യവും തേടുവാനും ഞങ്ങളെ അനുവദിക്കുന്ന ശക്തമായ ഒരു ഉപകരണമാണ് പ്രാർത്ഥനയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനുദിന പ്രാർത്ഥനയ്ക്കായി സമയം കണ്ടെത്തുന്നതിനും ഞങ്ങളുടെ ദിനചര്യയിൽ സമാധാനവും അടിസ്ഥാനവും കൊണ്ടുവരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഒപ്പം ഞങ്ങളുടെ പോരാട്ടങ്ങളിലും വെല്ലുവിളികളിലും ഞങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തി പരിശുദ്ധ മാതാവേ, ഞങ്ങളെ സഹായിക്കണമേ. കൃപാസനം പ്രസാദകര മാതാവേ, ഞങ്ങൾക്കും ലോകം മുഴുവനുമുള്ള എല്ലാ ഭവനങ്ങൾക്കും വേണ്ടിയും അമ്മ അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ എല്ലാ മക്കളെയും എല്ലാ വിദ്യാർത്ഥിനികളെയും സമർപ്പിക്കുന്നു. ലോകാരൂപിയിൽ നിന്നും ദൈവഹിതത്തിനെതിരായ പാപങ്ങളിൽ നിന്നും 10 കൽപ്പനകൾക്കെതിരായ പാപങ്ങളിൽ നിന്നും എല്ലാ മക്കളെയും സംരക്ഷിക്കണമേ. വചനമറിയുവാനും പഠിക്കുവാനും ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ. അവരെ നേർവഴിയെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സ്നേഹത്തിന്റെ നീല അങ്കിയാൽ അവരെ പൊതിയണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ. അവരെ സംരക്ഷിക്കണമേ. അവരെ കരം പിടിച്ച് നടത്തണമേ. പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അമ്മയെ സ്തുതിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ അമ്മേ, എന്റെ ആശ്രയമേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ആശ്രിതർക്കാശ്രയം നീയമ്മേ, കൃപ തൂകിടണേ എന്നും നീ. അശരണരാകും നിൻ സുതരിൽ അനുഗ്രഹമാരി പൊഴിക്കണമേ. യേശുവിൻ പ്രിയതായേ, അമലോദ്ഭവയാം നാദേ, പരിശുദ്ധയായ മറിയമേ, നിർമ്മലയാകും നീരുറവേ, കനിവേഴും സൂര്യമേ അംബികയേ, കനിവോടു തൃക്കൻ പാർക്കണമേ. പ്രതീക്ഷകൾ സഫലമാക്കുന്ന
നീയായൻ പ്രതീക്ഷകൾ സഫലമാക്കുന്ന അമ്മ നീ. വരദാനത്തിൻ വിളനിലമേ, കൃപമഴ എന്നിൽ ചൊരിയണമേ. പരിശുദ്ധയായ മറിയമേ, നിർമ്മലയാകും നീരുറവേ, കനിവേഴും സൂര്യമേ അംബികയെ, കനിവോടു തൃക്കൺ പാർക്കണമേ. എന്നിൽ നിറയുമ്പോൾ, സ്നേഹമായി എന്നിൽ അണയുമ്പോൾ, സ്വർഗറാണിയേ നിൻ മഹത്വമെന്നിൽ പൂങ്കതിർ പോലെ ഉയരുന്നു. വാഗ്ദാനത്തിൻ പേടകമേ, കരുണയോടെന്നെ കാക്കണമേ. പരിശുദ്ധയായ മറിയമേ, നിർമ്മലയാകും നീരുറവേ, കനിവേഴും സൂര്യമേ അംബികയെ, കനിവോടു തൃക്കൺ പാർക്കണമേ. കൃപാസനത്തിൻ അമ്മേ, കൃപാപൂർണയാം മാതാവേ, ആശ്രിതർക്കാശ്രയം നീ അമ്മേ, കൃപ തൂകിടണേ എന്നും നീ. അശരണരാകും നിൻ സുതരിൽ അനുഗ്രഹമാരി പൊഴിക്കണമേ. യേശുവിൻ പ്രിയതായേ, അമലോദ്ഭവയാം നാഥേ. പരിശുദ്ധയായ മറിയമേ, നിർമ്മലയാകും നീരുറവേ, കനിവേഴും സൂര്യമേ അംബികയെ, കനിവോടു തൃക്കൺ പാർക്കണമേ.
സന്തോഷിക്കും. നാഥാ, സ്നേഹസാഗരമേ, എന്റെ രക്തം, ജീവസ്പന്ദനമേ, നിന്നെ ചേർക്കണമേ, ജീവനീകും നിന്റെ വാഴി. നാഥാ, സ്നേഹസാഗരമേ, എന്റെ രക്തം, ജീവസ്പന്ദനമേ, നിന്നെ ചേർക്കണമേ,
പ്രഭയിൽ ജ്വലിച്ചവൾ നീ. കാലിത്തൊഴുത്തിലെ കഷ്ടങ്ങൾക്കിടയിലും വിശ്വാസപ്രഭയിൽ ജ്വലിച്ചവൾ നീ. വിശ്വാസ തിരിനാളം അണയുന്ന നേരത്ത് ആശ്രയമായി വരൂ രാജ്ഞി നീയേ. വിശ്വാസ തിരിനാളം അണയുന്ന നേരത്ത് ആശ്രയമായി വരൂ രാജ്ഞി നീയേ. കൃപ ചൊരിയൂ രാജ്ഞി, കൃപ ചൊരിയൂ രാജ്ഞി, ഏഴകൾക്കാശ്രയമാകൂ. കൃപ ചൊരിയൂ രാജ്ഞി, കൃപ ചൊരിയൂ രാജ്ഞി, ഏഴകൾക്കാശ്രയമാകൂ. കാൽവരി മലയിലെ സഹനത്തിൻ നേരത്ത് പുത്രനാശ്വാസമായി തീർന്നവളേ. കാൽവരി മലയിലെ സഹനത്തിൻ നേരത്ത് പുത്രനാശ്വാസമായി തീർന്നവളേ. സഹനങ്ങളേറുമെൻ ജീവിത വീതിയിൽ ആശ്വാസമായി വരൂ രാജ്ഞി നീയേ. സഹനങ്ങളേറുമെൻ ജീവിത വീതിയിൽ ആശ്വാസമായി വരൂ രാജ്ഞി നീയേ. സ്വർഗാരോപിത രാജ്ഞി, പ്രഭാപൂർണയാമമ്മേ, ദിവ്യസുതനാൽ ഭൂവിനും വാനിനും അമ്മയായി മാറിയ രാജ്ഞി. കൃപ ചൊരിയൂ രാജ്ഞി, കൃപ ചൊരിയൂ രാജ്ഞി, ഏഴകൾക്കാശ്രയമാകൂ. കൃപ ചൊരിയൂ രാജ്ഞി, കൃപ ചൊരിയൂ രാജ്ഞി, ഏഴകൾക്കാശ്രയമാകൂ. തിരുനാളമേന്തിതാ ഞാൻ സ്തുതികൾ പാടുന്നു. ഈശോയേ നീ തിരുഭോജ്യമാകുമ്പോൾ തിരുനാളമേന്തിതാ ഞാൻ സ്തുതികൾ പാടുന്നു. തിരുനാഥനെന്നിൽ വന്നിടാൻ കൃത്തിൻ താളമായി തീർന്നിടാൻ നിത്യം കാവലായി കരുതുവാൻ
ചൊല്ലിടും. ആരാധിച്ചിടുമ്പോൾ ആനന്ദം തൂകുന്നു അൾത്താര മുൻപിലായി മാനസം. ആനന്ദിച്ചിടുമ്പോൾ ആശ്വാസം കാണുന്നു ആത്മാവിൽ ധന്യമീ ജീവിതം. ശാന പാടി നാഥനന്നാളി. ദാവീദിൻ സുതൻ രാജനായി മാറി മാനവർക്കായി. ഓർമ്മയിലെന്നും വാണിടാൻ ചാരത്തായി എന്നും ചേർന്നിടാൻ. ഓർമ്മയിലെന്നും വാണിടാൻ ചാരത്തായി ചോരയും യാഗമായി തീർത്തവൻ സ്നേഹമായി. ആരാധിച്ചിടുമ്പോൾ ആനന്ദം തൂകുന്നു അൾത്താര മുൻപിലായി മാനസം. ആനന്ദിച്ചിടുമ്പോൾ ആശ്വാസം കാണുന്നു ആത്മാവിൽ ധന്യമീ ജീവിതം. ദിവ്യകാരുണ്യമായി എന്നിലെത്തുന്നു. പാപങ്ങൾക്കെല്ലാം വിടുതലായി രോഗങ്ങൾക്കെല്ലാം സൗഖ്യമായി. പാപങ്ങൾക്കെല്ലാം വിടുതലായി രോഗങ്ങൾക്കെല്ലാം സൗഖ്യമായി. എന്നിലായി നീ ഇന്നു ജീവനായി തീരുമ്പോൾ ഹല്ലേലൂയാ നാവിൽ ഗാനമായി. ആരാധിച്ചിടുമ്പോൾ ആനന്ദം തൂകുന്നു അൾത്താര മുൻപിലായി മാനസം. ആനന്ദിച്ചിടുമ്പോൾ ആശ്വാസം കാണുന്നു ആത്മാവിൽ ധന്യമീ ജീവിതം. ഈശോയേ നീ തിരുഭോജ്യമാകുമ്പോൾ തിരുനാളമേന്തിതാ ഞാൻ സ്തുതികൾ പാടുന്നു. തിരുനാഥനെന്നിൽ വന്നിടാൻ ഹൃത്തിൻ താളമായി തീർന്നിടാൻ. നിത്യം കാവലായി കരുതുവാൻ സാന്ത്വനമേകി തഴുകുവാൻ. ഈ ബലിവേദിയിൽ സക്കാരി മുൻപിൽ ദിവ്യ സങ്കീർത്തനം ചൊല്ലിടും. ആരാധിച്ചിടും